ഇന്ന് രാവിലെ തന്നെ ഞാനൊന്ന് പുറത്ത് പോയപ്പോൾ കൊണ്ട് പെരും മഴ. വണ്ടി സൈഡിലാക്കി കോട്ടിട്ടു. അവിടെ അങ്ങനെ കുറച്ച് നേരം അന്തം വിട്ട് നിന്നു. പിന്നെ പോരുന്ന വഴിക്ക് കടയിൽ കയറി മിൽക്ക് മെയ്ഡ് മേടിച്ചു. എന്നിട്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ പഠിക്കാൻ വലിയ മൂഡൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ ഫീലിങ്സ് ടേബിൾ എന്ന് പറയുന്ന ടേബിൾ, അതായത് എൻ്റെ ബെഡ് സൈഡിലൊരു ടേബിളുണ്ട്. ബെഡ് സൈഡ് ടേബിളിൽ ഞാൻ എൻ്റെ ഫീലിങ്സ് ടേബിളാക്കി മാറ്റി. കാരണം ഐ വാസ് നോട്ട് ആക്ച്വലി ഫീലിംഗ് വെൽ. കാരണം ഐ ഡോണ്ട് നോ, എന്തോ ഒന്ന് പഠിക്കാൻ ഒരു മൂഡ് കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ മൂഡ് കിട്ടാൻ വേണ്ടി ഞാൻ എന്തെങ്കിലുമൊക്കെ എഴുതാം, മൈൻഡിൽ വരുന്ന കാര്യങ്ങൾ എഴുതാം എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ടേബിള് ഒക്കെ സെറ്റാക്കി ഞാൻ വന്നിരുന്നു. ഇങ്ങനെ എഴുതുന്ന ആക്ച്വലി ഇറ്റ്സ് എ തെറാപ്പി. വി ക്യാൻ നമുക്കൊരു മനസ്സിനൊരു സമാധാനം കിട്ടും എഴുതുന്നത് കൊണ്ട്. എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സമാധാനം കിട്ടും. എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനൊരു കോൺസെൻട്രേഷനും കിട്ടും. നമുക്ക് പിന്നെ പോയിരുന്ന് പഠിച്ചാലും മതി. പഠിച്ചാലും ആക്ച്വലി ഇറ്റ്സ് എ ഗുഡ് തിങ്. വെറുതെ പറയല്ല, കാര്യമായിട്ടും നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളാണെങ്കിലും, എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരു ലിസ്റ്റായിട്ട് ഇങ്ങനെ, ലിസ്റ്റല്ല, ഞാനൊരു പാരഗ്രാഫായിട്ട് എഴുതുക. ഞാൻ എഴുതി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിന് ഒരു ആശ്വാസം കിട്ടും. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഞാൻ എൻ്റെ കാര്യങ്ങൾ എഴുതി വെക്കും. എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, എനിക്ക് ജീവിതത്തിൽ നേടേണ്ട കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ ഒരു സ്പേസ് ഫ്രീ അപ്പ് ആയ പോലെ തോന്നും. നമുക്ക് സ്റ്റോറേജ് ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ഫോണിന് ഡിലീറ്റ് ആക്കുന്ന പോലെ നമ്മൾ മൈൻഡിലെ കാര്യങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കുത്തി നിറച്ച് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഫീൽസ് ഗുഡ്. നിങ്ങളും ഇങ്ങനെ ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല, ബട്ട് ഇറ്റ്സ് ഗുഡ് ആക്ച്വലി. ഈ ഒച്ചയും വിളി കേൾക്കുന്ന അപ്പുറത്ത്, ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തൊരു 4-5 ആൾക്കാരുള്ള വീടാണ്. പക്ഷേ അവിടുത്തെ ഒച്ചയും വിളിയും കേട്ട് ഈ പഞ്ചായത്ത് മുഴുവൻ അവരുടെ വീട്ടിലാണെന്ന് തോന്നുന്നു. കാൺ കംപ്ലൈൻ. സോ ഈ ഡയറി ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. പിന്നെ ഇറ്റ്സ് എ ഗുഡ് തിങ്. യു ക്യാൻ എക്സ്പ്രസ് യുവർ ഫീലിങ്സ്. എപ്പോഴും നമുക്കൊരു ഫ്രണ്ട് അവൈലബിൾ ആയിട്ടിരിക്കണം എന്നില്ലല്ലോ. യു ക്യാൻ റൈറ്റ് അവർ ഫീലിങ്സ്. അതിൻ്റെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്കിതെടുത്ത് വായിക്കാം, ചിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇത്ര നേടിയല്ലോ എന്ന് ആലോചിക്കാം.